ആ ഇടയ്ക്കാണ് ദിലീപ് ഏട്ടൻ്റെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടു തുടങ്ങും. കമൽ സാറിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി കയറി പറ്റി നടനായി നായകനായി. അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത്. അതിൻ്റെ ഇടയിൽ ടേക്ക് 3, 4 ഒക്കെ വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കുട എടുത്തിട്ട് കട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ സാറ് ഓക്കെ റെഡി അല്ലേ? അപ്പോൾ ഞാൻ റെഡി. അങ്ങനെ ടേക്ക് ഓക്കെ ഫസ്റ്റ് കൊടുത്തിട്ട് ഫസ്റ്റ് തുടങ്ങി. അപ്പോൾ തന്നെ സാർ പാക്കപ്പും വിളിച്ചു ഓടി കാറിൽ കയറുമ്പോൾ ഞാൻ ചാക്കോച്ചേട്ടൻ മണി ടീച്ചറിയും മോൻ പൊന്നാനി നീ എന്താ അവിടെ? അല്ല സാറ് അടുത്ത കൂട്ടത്തിൽ വരാൻ പറ്റില്ല, ഞാൻ ജോയിൻ ചെയ്തു, ഞാനാണ് കൊടയിൽ വിളിച്ചത്. ഇനിയാണ് നമ്മുടെ വിവേകാനന്ദൻ നമ്മളോട് മിണ്ടാൻ പോകുന്നത്. ഇത്ര നേരം മിണ്ടിയത് മിണ്ടലല്ല, എല്ലാം പറയണതൊക്കെ ഓരോരുത്തരായിട്ട് പറഞ്ഞ് +2 പഠനം കഴിയുന്നതോട് കൂടിയിട്ട് മമ്മിക്ക് ഏകദേശം മനസ്സിലായി എനിക്ക് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള താല്പര്യമില്ല. അപ്പോൾ +2 പരീക്ഷയുടെ എക്സാം ഹോളിഡേസിന്റെ സമയത്ത് മമ്മി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നീ സാറിനെ പോയിട്ടൊന്ന് കണ്ടോ, കാരണം സിനിമയിൽ എന്തെങ്കിലും ഒരു പണി കിട്ടാതിരിക്കില്ല. അപ്പൊ ഞാൻ മമ്മീനോട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് മമ്മി അറിയാതെ കറുപ്പ് പാഡിൽ മോണാക്ടിന് ഫസ്റ്റ്, കഥാപ്രസംഗത്തിന് അങ്ങനെ കിട്ടിയ പേപ്പർ കട്ടിങ് ഒട്ടിച്ചിട്ടുള്ള ഒരു ഫാമിലി, അതും പിടിച്ച് ഞാൻ കൊടുങ്ങല്ലൂർക്ക് വണ്ടി കയറി. അവിടെ ചെന്ന് എനിക്കറിയാവുന്ന പിന്നെ കമൽസാറിൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോറിക്ഷക്കാരൊക്കെ അവിടെ കൊണ്ടുവന്നാക്കും. അവിടെ ചെന്ന് നോക്കിയപ്പോൾ സെബൂറാൻറ്റിയാണ്. സെബൂറാൻറ്റിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ചാക്കോച്ചേട്ടനെയും മരിയ ടീച്ചറിൻ്റെയും മോൻ പൊന്നാനിയിലുള്ളത്. അപ്പോൾ ടീച്ചർക്ക് ഓർമ്മ വന്നു, ഞാൻ സാറിനെ കാണാൻ വന്നതാണ്, ഞാൻ മോണാക്ടിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, നാടകമൊക്കെ കളിക്കുന്നുണ്ട്, നാടകത്തിൽ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ടുണ്ട്, എനിക്ക് സിനിമയിൽ എന്തെങ്കിലും അഭിനയിക്കാൻ. ഈ സാറ് ഇവിടെ ഇല്ലല്ലോ, സാറ് എറണാകുളത്തോ ഷൂട്ടിങ്ങിനാണ്. ഞാൻ പറഞ്ഞു നമ്പർ എന്തെങ്കിലും തന്നാൽ ഞാൻ വിളിച്ചു നോക്കായിരുന്നു. അപ്പോൾ വീട്ടിലെ നമ്പർ തന്നു. പിന്നീട് ഞാൻ തിരിച്ചു പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ നമ്പറിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ സെബൂറാൻറ്റിയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആരും. എന്നിട്ട് സാറ് ഇവിടെ ഇല്ല എന്ന് തന്നെ പറയണം. പരീക്ഷയാണെങ്കിൽ തുടങ്ങാറുമായി. പരീക്ഷയിൽ എന്തായാലും നമുക്ക് പാസ്സാവുമെന്നുള്ളത് ഉറപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കൊല്ലവും വർഷാവസാനം പരീക്ഷ തുടങ്ങാറാകുമ്പോൾ ആലോചിക്കുന്ന സാറിനെ സിനിമയിൽ കമൽ സാറുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. കാരണം നമുക്ക് പൊന്നാനിയിൽ ജനിച്ചു വളർന്ന ഒരു പയ്യനെ സംബന്ധിച്ച് കൊച്ചി അല്ലെങ്കിൽ മദ്രാസിലുള്ള സിനിമ എപ്പോഴും തിയേറ്ററിലാണ് അടുത്ത് വരിക, അല്ലാതെ സിനിമ ലോകത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോഴാണ് ഈ ചെറിയ ചെറിയ ഇന്റർവ്യൂസ് ഗൃഹലക്ഷ്മി, വനിത, മഹിളാരത്നത്തിലൊക്കെ വരുന്ന ലാലുചേട്ടൻ്റെ അല്ലെങ്കിൽ അക്കുചേട്ടൻ്റെ, ദിലീപേട്ടൻ്റെ ഒക്കെ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ കയറി കമലിൻ്റെ എന്നുള്ളൊരു ഐഡിയ. ഈ കമൽ സാറാണല്ലോ എൻ്റെ ചെറുപ്പത്തിൽ അവിടെ വീടിൻ്റെ അടുത്ത് ആനപ്പടിയിൽ താമസിച്ചിരുന്നത്. വെറുതെ ഗുഡ് ഡേ ബിസ്കറ്റ് ആയിട്ട് വരുന്ന ആളല്ല സാറ്, ഗുഡ് ഡേ ബിസ്കറ്റ് ആയിട്ട് വരും വന്നത്. അപ്പോൾ ഞാൻ പപ്പച്ചി ഉമ്മച്ചി എന്നാണ് വിളിച്ചിരുന്നത്, പപ്പിലും ആണെങ്കിൽ ഡാഡിയും മമ്മിയും, അങ്ങനെയാണ് പിള്ളേര് വിളിക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സാറ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, കയ്യിൽ ഗുഡ് ഡേ ബിസ്ക്കറ്റും ഉണ്ട്. പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ ചെന്നപ്പോഴല്ലേ മനസ്സിലായി ഗുഡ് ഡേ ബിസ്ക്കറ്റാണ് അവിടെ കൊടുക്കുന്നത്. ലൊക്കേഷനിൽ വന്നപ്പോൾ നമ്മളുടെ ലൊക്കേഷനിൽ ഞാൻ കാണുമ്പോൾ സാറിന് ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഞങ്ങൾക്ക് ക്രാക്ക് ആക്കി. അപ്പൊ മനസ്സിലായി ഇത് എവിടെ എന്താ പറയാ. അപ്പോ അങ്ങനെ എവിടെ ഞാൻ പറഞ്ഞിരുന്നേ, അതല്ല അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോ ഡയറക്ടർ ആവാൻ വേണ്ടി അസിസ്റ്റന്റ് ആവാം, പക്ഷെ എനിക്ക് ഉള്ളിൽ ആഗ്രഹം അഭിനയിക്കാനുള്ളതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ നോക്കിയിട്ട് സിനിമയിൽ ആക്ടർ ആവാൻ ചാൻസ് ചോദിക്കാന്നല്ലാതെ വേറൊരു വഴി കാണുന്നില്ല. ആ ഇടയ്ക്കാണ് ദിലീപ് ഏട്ടൻ്റെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടു തുടങ്ങും. കമൽ സാറിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി കയറി പറ്റി നടനായി നായകനായി. അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത്. അപ്പോൾ കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റായ നടനാവാം, ഡയറക്ടർ മാത്രമല്ല. അപ്പം അതൊക്കെയാണ് എല്ലാ കൊല്ലവും കൊല്ല പരീക്ഷയുടെ സമയത്ത് നമ്മൾ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഊർജം തരുന്നത്. അങ്ങനെ കഷ്ടി ജയിച്ച് 9ാം ക്ലാസ്സിൽ മാത്രം 2 വർഷം പഠിച്ചു. ആ കൊല്ലങ്ങൾ അങ്ങനെയായിരുന്നു. അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് തന്നെ മാറ്റി മലയാളം മീഡിയത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഒന്നുകൂടി പഠിക്കണം, എല്ലാ രസാകും ഉസാകും എന്നൊക്കെ കൊണ്ട് മലയാളത്തിലേക്ക് പഠിക്കേണ്ടല്ല. അപ്പൊ മലയാളം അറിയില്ല എന്ന് മനസ്സിലായി, ഇംഗ്ലീഷ് അറിയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ +1 +2
കഴിഞ്ഞ് ഇതിന്റെ ഇടയിൽ 7ാം ക്ലാസ്സിലൊരു സംഭവം ഉണ്ടായി. സാറ് നവരത്ന ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് പൊന്നാനിയിൽ വീണ്ടും വന്നപ്പോൾ ഞാൻ സാറിനെ കാണാൻ പോയി. സ്റ്റേജിന്റെ പിന്നിൽ കൂടെ പരിപാടി നടക്കുന്ന ഫ്രണ്ടിൽ കൂടെ കയറി വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ ബാക്കിൽ കൂടെ പോയിട്ട് സാറിനെ തോന്നി, സാറേ ഞാൻ ഷൈൻ ചാക്കോ ചേട്ടൻ്റെയും മല്ലി ടീച്ചറുടെയും മോൻ ആലപ്പടിയിലുണ്ടായിരുന്നു. അപ്പൊ സാറ് എന്താ കാര്യം? അല്ല, എനിക്ക് ഡാഡി കാലിൽ ആണി കുത്തി തുരുമ്പ് കയറി ആകെ പോയസനായിട്ട്, അല്ല എന്താ പറയാ, ടെറ്റ്നസ് ആയിട്ട് കിടക്കുകയാണ്, സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സാറ് ചെറിയ പയ്യനല്ലേ, 7ാം ക്ലാസ്സിൽ പഠിക്കണം. സാറ് സ്വഭാവം ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ മമ്മീനെ കൊണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ചാൻസ് വാങ്ങി തരണം എന്ന് പറഞ്ഞു. അന്ന് അഴകിയ രാവണൻ റിലീസ് ചെയ്തു. പിന്നെ സാറിന്റെ ആദ്യം മുതലുള്ള ഉണ്ണികളെ ഒരു കഥ പറയാൻ മുതൽ എല്ലാ കുട്ടികളെ എനിക്ക് കാണാം. അപ്പൊ കുട്ടികൾക്കും അവസരം കൊടുക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് അഭിനയിക്കാൻ ഇടയുള്ള ഒരു ചിത്രമാണ് സാർ എടുക്കുന്നത് മനസ്സിലായി. അഴകിയ രാവണ അപ്പൊ പന്തി എല്ലാം തോന്നി. ആദ്യമായിട്ടാണ് ലൊക്കേഷൻ കാണാൻ എൻ്റെ കൈയും കാലം മറിക്കാൻ തുടങ്ങി. ഇതിപ്പോ ചാൻസ് വഹിക്കുന്ന പോലെ ഓണാക്ട് കളിക്കുന്ന പോലത്തെ പരിപാടി അല്ലല്ലോ. ഇത്രയും ആൾക്കാർ ലൈറ്റും ബഹളവും എൻ്റെ ഉള്ളിൽ എന്തഭിനയിക്കാനാണ്. ഞാൻ സാറിനെ നോക്കി പറഞ്ഞ സാറ് ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് പോകും. ഒരു കൂട്ടം ആൾക്കാർ എന്താണെന്ന് വ്യക്തമല്ല. അപ്പൊ ഞാൻ ആ കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഹൈറ്റ് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ കയറി പറ്റി നോക്കുമ്പോൾ ലിഫ്റ്റ് അടഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ സുഖമായിട്ടാണ് ഇപ്പുറത്ത് അത്യാവശ്യം തടി കമൽ സാറ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ സാറേ ഞാൻ ചാക്കോ ചേട്ടൻ്റെ മോൻ മല്ലി ടീച്ചറിന്റെ ആലപ്പടിയിലുള്ളത്. നീ എന്താ ഇവിടെ? അല്ല സാറേ, എനിക്ക് സാറിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യണം. എനിക്ക് പരീക്ഷ അല്ലേ, കാരണം പപ്പലുവിന് പരീക്ഷ എന്നുള്ളത് അറിയാം. +2 പോയി പരീക്ഷ എഴുതിട്ട് വാങ്ങാൻ പറഞ്ഞു. അത് കേട്ടത് ഞാൻ പിന്നെ അവിടെ നിന്നില്ല. ഞാനത് പോയി പരീക്ഷ എഴുതിയിട്ട് വാ എന്നുള്ള വാക്കിലാണ് ഞാൻ പിടിച്ചത്. ഒറ്റ പോക്ക് പോയി വീട്ടിലെത്തി. മമ്മി റെഡി ആയിട്ടുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. സാറിനെ സിനിമയിൽ എടുത്തിട്ടുണ്ട്, പരീക്ഷ ആയിട്ട് വരാൻ പറഞ്ഞു. ഓക്കെ. മമ്മി പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചു ചോദിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഭാഗ്യം. പിന്നീട് ഞാൻ കാത്തിരിപ്പ്, കാരണം അടുത്ത പടം ആവണ്ടേ, അടുത്ത പടം പോകാമെന്നാണ് പറഞ്ഞത്. ഒരു പടം ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് ആ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ, അതായത് റിസൾട്ട് കാത്തിരിക്കുന്ന സമയത്ത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പണി വേണം. അതിന് മുന്നേ എന്തെങ്കിലും സെറ്റാവണം. പത്രത്തിൽ കമൽ ചിത്രം തുടങ്ങുന്നു, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ലൊക്കേഷൻ. അപ്പൊ തന്നെ അമ്മേനെ എടുത്തു പറഞ്ഞു, അമ്മേ ഞാൻ പോവാണ്. അന്ന് ഞാൻ അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത് തൃശ്ശൂർ. ഒരു കവറിൽ 2 ഡ്രസ്സ് ചൂടി എടുത്ത് പോയി ലൊക്കേഷനിലെത്തി. എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിൽ കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ. അവിടെ എത്തിയപ്പോൾ സിദ്ധു ജിഷ്ണുവാണ് അഭിനയിക്കുന്നത്. അവര് നമ്മൾ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ കോളേജ് +2 കഴിഞ്ഞ് ചെന്നെത്താൻ പറ്റുന്ന സ്ഥലം നല്ല കോളേജ്. ഒരുപാട് പിള്ളേരും പിള്ളേരൊക്കെ വെക്കേഷൻ ആയിട്ട് സ്ഥലത്തിലേക്ക് പോകുന്നതായിരിക്കും ഇത്രയധികം ആൾക്കാർ. അപ്പൊ നമ്മളിതിൽ കാണുന്നില്ല, ഞാൻ സാറിനെ കാണുന്നുണ്ട്. അപ്പൊ സാറ് ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും സുഖമായിട്ടുണ്ട് ക്യാമറ ചെയ്യാന്ന്. അപ്പൊ ഞാൻ സുഖമായിട്ട് അത്യാവശ്യം നല്ല വലിയ ക്യാമറയിലൊക്കെ ഇരിക്കുന്നത്. രണ്ടുപേരും ഇറങ്ങി വരുന്ന ഒരു ഷോട്ടാണ് ആദ്യം എടുത്തത്. ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വരുന്നത് സാറ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് കയ്യടിയൊക്കെയുണ്ട്. ആ ഷോട്ട് കഴിഞ്ഞ് രേണുകയുടെ ഒരു ഷോട്ട് എടുക്കാൻ അപ്രോച്ചിങ് ഷോട്ട് ട്രാക്കിലിട്ടത്. അപ്പോൾ മനോഹരമായിട്ടല്ലേ നമ്മുടെ ട്രെയിനിലെ മനോഹരയുടെ കുട പിടിക്കുന്നുണ്ട്. അപ്പൊ ഈ പാച്ചുകൾ വീണുണ്ട് രേണുകയുടെ. അപ്പോൾ ഈ പാച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ 2-3 ടേക്ക് കഴിഞ്ഞപ്പോൾ മനോഹരയുടെ എല്ലാം കുട അടച്ചിട്ട് ബാഗിലേക്ക് പോയി. അതിൻ്റെ ഇടയിൽ ടേക്ക് 3-4 ഒക്കെ വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കുട എടുത്തിട്ട് കട്ട് ചെയ്ത് തുടങ്ങി. അപ്പൊ സാറ് ഓക്കെ റെഡി അല്ലേ? അപ്പൊ ഞാൻ റെഡി. അങ്ങനെ ടേക്ക് ഓക്കെ ഫസ്റ്റ് തുടങ്ങി. അപ്പൊ തന്നെ സാറ് പാക്കപ്പും വിളിച്ചു ഓടി കാറിൽ കയറുമ്പോൾ ഞാൻ സാറേ ഞാൻ ചാക്കോ ചേട്ടൻ മല്ലി ടീച്ചറിയും മോൻ പൊന്നാനി. നീ എന്താ അവിടെ? അല്ല സാറ് അടുത്ത പടത്തിൽ വരാൻ പറ്റില്ല, ഞാൻ ജോയിൻ ചെയ്തു, ഞാനാണ് കൊടകി വിളിച്ചത്. അല്ല സാറേ, അപ്പോൾ പറഞ്ഞു നീ ഒരു ഹോട്ടലിലേക്ക് വരണോ? ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കണമെന്നല്ല കേട്ടോ, താമസിക്കുന്ന ഹോട്ടൽ ലൂസി ഹോട്ടൽ. അവിടേക്ക് വന്നു. അവിടെ ചെയ്തപ്പോൾ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തു. ഇടയ്ക്ക് ഞാൻ ഫോൺ വിളിച്ച് റിസപ്ഷനിൽ സാറിന് ഒന്ന് ഓർമ്മിപ്പിക്കും, സാറേ ഞാൻ ഇവിടെ ഉണ്ട് ചക്കച്ചോട്ടൻ്റെയും. അങ്ങനെ സാറിന് റൂമിലേക്ക് വിളിച്ചു. എനിക്കറിയാം ഇത് ഒഴിവൊഴിവ് പറയാനാണ്. അപ്പം ഞാൻ പറഞ്ഞു സാറേ ഒന്നും ടെൻഷൻ അടിക്കണ്ട, താമസിക്കേണ്ട ചിലവെന്ന കാര്യം ഒന്നും ആലോചിക്കേണ്ട, ഞാൻ അമ്മയുടെ വീടുന്നവരും അമ്മയുടെ വീട് അനുഭവമാണ്. പിന്നെ ഭക്ഷണമൊക്കെ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. പിന്നെ ഒരു അധിക ചിലവും ഉണ്ടാവില്ല, ഞാൻ ഡെയിലി വീട്ടിൽ തന്നോളാം, എന്നെ നിർത്തി തന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഈ +2 കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പറഞ്ഞേക്കാന്ന് അറിയില്ലല്ലോ. ദുബായിലേക്കാ ബഹ്റൈനിലേക്കാ സൗദിയിലേക്കാണെങ്കിൽ കഴിയും. അപ്പോൾ
അങ്ങനെ സാറ് പറഞ്ഞു അല്ല ഷൈന ഇപ്പൊ ആള് കൂടുതൽ, ഇപ്പൊ തന്നെ ഒരാൾ കൂടുതലുണ്ട്, ആ ഒരാള് പുതിയത് വന്നിട്ടുണ്ട്, അതാണ് നേരത്തെ സൗബിൻ പറഞ്ഞ ഷംജു, നിനക്ക് വേണമെന്ന് പറഞ്ഞു കുടുംബത്തിൽ നിന്ന്. അപ്പൊ അടുത്ത പടം സാർ അടുത്ത പടം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോളാം, ഇങ്ങനെയൊക്കെ നിന്നോളാം പറഞ്ഞു. ഒരു തരത്തിലും പോകും, കാരണം ഇത്തിരി ബോധമുള്ള ഒരാളാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി വിടാമല്ലോ. ഇതൊരു പയ്യനും പോയി അല്ലെങ്കിൽ പിന്നെ സാറിനോട് ചോദിക്കാതെ വരുമോ? എന്റെ ബുദ്ധിയിൽ വന്നത് സാറിനോട് ഇനി വിളിച്ചു ചോദിച്ച സാറ് അടുത്ത പടം എന്ന് വീണ്ടും പറയും വരണ്ടാന്ന്. അത് കാരണം ഞാൻ നേരത്തെ സാറിനോട് പോലും ചോദിക്കാതെ ജോയിൻ ചെയ്തത്. അപ്പൊ ഇതിന്റെ ഇടയിൽ അകത്തൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്, സെലീം പുതിയ ഒരാളോട് വരുന്നുണ്ടോ ഉണ്ടോ ശരി. അപ്പൊ സാറ് പറഞ്ഞു സെലീനെ പോയി കണ്ടാൽ മതി. അപ്പൊ സെലീം എന്ന് പറയുമ്പോ ഞാനത് ഏത് സെലീ എന്നുള്ളത് അന്വേഷിച്ചിരുന്നു. പിറ്റേ ദിവസം ഞാൻ വന്നു, ഞാൻ ലൊക്കേഷനിലോ സെലീനെ അന്വേഷിച്ച് നടക്കുക. അതിൻ്റെ ഇടയിലാണ് എന്നെ ഇവിടെ നിർത്തും, എന്നിട്ട് ഇങ്ങോട്ട് നടക്കാൻ പറയും, എന്നിട്ട് അവിടെ നിർത്തി ഇങ്ങോട്ട് നടക്കും. അത് നമ്മുടെ സുഗീത് വിചാരിച്ച് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് പയ്യനാണെന്ന്, കോളേജല്ലേ, അപ്പൊ ഒരേ പ്രായത്തിലുള്ളല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചതായിരിക്കും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ പണി, ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക. ഞാൻ സുഗീതായിട്ട് ഞാൻ അതൊക്കെ നീ ഇവിടെ നിന്നാൽ മതി, ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നടന്നു. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പുതിയത് വന്നത്, നീയാണ് പുതിയത് വന്നത്, നിന്നെ 2 ദിവസമായി ഇവിടെ അന്വേഷിച്ചിടണം. സാറ് സെലീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടെന്ന്. ഓക്കെ, അങ്ങനെ അന്ന് മുതൽ തുടങ്ങിയതാ. അന്ന് ആദ്യമായിട്ട് പെട്ടി ചുമന്നത് കഥ കൊണ്ടുപോകണത് നമ്മളാന്നാ പറയാ, ഞാൻ ക്ഷമിച്ചു. അങ്ങനെ സ്ക്രിപ്റ്റ് ഇവരൊക്കെയാണ് അഭിനയിക്കുന്നത്, കഥ കൊണ്ടുപോകണത് നമ്മളാ. രാവിലെ ചുമന്ന് കൊണ്ടുപോയി ആ പെട്ടി അവിടെ വയ്ക്കും. അതാണെങ്കിൽ ഇത്രയും വലിയ പെട്ടി നമ്മൾ വരെ പൊങ്ങിച്ചിട്ടുണ്ടാവില്ല. എല്ലാ ദിവസവും കൊണ്ടുവരണം, എല്ലാതും. പെട്ടെന്ന് എപ്പോഴാണ് ചോദിക്കാന്ന് അറിയില്ല. അങ്ങനെ അതവിടെ വരെ എത്തി. ഇതെങ്ങനെ പറഞ്ഞു ഉദ്ദേശിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ ഇതുവരെയായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാത്തിരിപ്പ് സിനിമയില്. അത്രയും ദൈർഘ്യമില്ല ഈ 100ലേക്ക് എത്താൻ. കാരണം ഇതിപ്പോ വന്നു എനിക്ക് 100 വയസ്സ് പോയ ഒരു പ്രതീതിയാണ് എല്ലാവരും നിൽക്കുന്നതാണ്. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് അല്ല, നമ്മളിടയ്ക്ക് ആഘോഷിക്കാറുണ്ടല്ലോ 75-ാം വയസ്സ് 100-ാം വയസ്സൊക്കെ, അതേപോലെ. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി, താങ്ക് യു. ഇനി എങ്ങനെയാ അവസാനിപ്പിക്കേണ്ടതെന്ന് അറിയില്ല, കാരണം ഇത് ഒരുപാടുണ്ട് പറയാൻ. അത് കാരണം കുറച്ച് സീരിയസ് ആയിട്ട് ഇറക്കാം. ഒന്നും അറിയാത്ത ഷൂട്ടിങ് തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതെന്ന് നമ്മളുടെ ലൊക്കേഷൻ ഉണ്ട്. സാർ ഇങ്ങനെ എന്നെ എടുത്ത് ഇപ്പോഴും എനിക്കറിയില്ല, കാരണം എല്ലാവരും എടുത്തെങ്ങനെയാണ് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇതേപോലെ ഒരാളാണ് ലാൽ ജോസ് അല്ലേ? അതൊക്കെ അനുഭവങ്ങൾ പറയുന്നത് കുറെ ഉണ്ട്. ഞാൻ തന്നെ പറഞ്ഞിട്ട് പറയുന്നത് അടുത്ത പടത്തിൽ പറഞ്ഞു വിട്ടു, അത് പിന്നെ വന്നാണ്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് വേണം അടുത്ത പടത്തിൽ പറഞ്ഞ് വരാന്ന് പറയുന്ന ട്രിപ്പ് ഇനി ഇടം കൊടുക്കാതെ ഞാൻ അങ്ങോട്ട് കയറി വന്നത്. അങ്ങനെ ഒരു മിനിറ്റ്, എന്താമേലും എനിക്ക് ആദ്യം ക്യാരക്ടർ കിട്ടി. അത് ഷെഫീൽ സൈഡ് കൊണ്ട്, ഷെഫീൽ സൈഡ് നമ്മുടെ കൂടെ ഇപ്പം ഇല്ല, സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ്, മാനേജറായിട്ട് പിന്നെ കൺട്രോളറായി പ്രൊഡ്യൂസറായി. ഷെഫീൽ സൈഡാണ് ഞാൻ ആഷിഖിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷൈൻ്റെ മുടി വളർത്തിയിട്ട് നമുക്ക് കണ്ടു തോന്നാം. അത്രയും കാലം ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസം ഞാൻ വിചാരിച്ചത് ഇന്ന് ഈ ആക്ടർ ഡയലോഗ് തെറ്റിക്ക് ശരിക്കും അഭിനയിക്കാതെ എനിക്ക് ചാൻസ് കിട്ടുന്നത്. അങ്ങനെ കിട്ടാതെ 8-9 വർഷം കഴിഞ്ഞാണ് എനിക്ക് ആ ചാൻസ് കിട്ടിയത് കിട്ടാതെ. അതിനുശേഷം എനിക്ക് ഉണ്ടായ കേസും അനുഭവങ്ങളും, അതിന് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു സിബിനെ പോയി കാണണം, സിബി സാറിനെ പോയി കാണണം. സിബി സാർ എന്നെ വെച്ച് പടം ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ സിബി സാറിനെ പോയി കണ്ടത്. അതിൻ്റെ ഡാഡിയോട് ഞാൻ പറഞ്ഞു സിബി സാറും പ്രസാദിയും ഫ്ലാറ്റിലുണ്ട്, ഫ്ലാറ്റിൽ പോയി കാണുന്നു. അപ്പോൾ ഡാഡി പറഞ്ഞു ഫ്ലാറ്റിലാണ്, അത് ഫ്ലാറ്റിനാണല്ലോ പിടിച്ചോണ്ടോ. അത് ഞാൻ വന്ന് പറഞ്ഞു ഫ്ലാറ്റിലാണെന്ന് ഡാഡി കുറച്ച് പേടിച്ചു. പിന്നെ പ്രസാദി ഉണ്ടായിരുന്നു. സിബി സാറും പ്രസാദിയും എൻ്റെ ഇടവും പോലെ നിന്നിട്ടാണ് ആ പടം ചെയ്ത് തീർത്തത്. പ്രസാദനെ അറിയില്ല, ജീവിതമെല്ലാം വളരെ രസകരമായിട്ടാണ് അവതരിപ്പിക്കുക. എൻ്റെ അടുത്ത് പറയുക ഇടത്ത് വിഷമിക്കുന്നുണ്ട്, കുട എടുക്കാൻ മറന്ന് മഴയത്ത് പെടുമ്പോഴല്ലേ നമുക്ക് മഴ അനുഭവിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഈ കുട ചൂടിയാണെങ്കിൽ മഴ അനുഭവിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ നടക്കുന്നതനുസരിച്ച് ഉണ്ടാവുന്ന ഈ വഴികളൊക്കെ, അല്ലാതെ അങ്ങനെ പ്രത്യേക വഴികളൊന്നും ഇല്ല ഈ ലോകത്ത്. ഈ 2 വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് പറയുന്നത്, ഈ 2 പ്രയോഗങ്ങൾ ഞാൻ എപ്പോഴും ആലോചിക്കും. സിബി സാറിൻ്റെ ആണെങ്കിലും പ്രസാദയുടെ ആണെങ്കിലും ഞാൻ എപ്പോഴും ആണെങ്കിൽ എന്നെ എന്തിനാണ് ഇവർ വീണ്ടും പടത്തിൽ വെച്ച്
അതിജീവിച്ചു. ഞാൻ ജയിലെടുക്കുമ്പോൾ ആലോചിച്ചിരുന്നു ഇനി എനിക്ക് നല്ല കഥാപാത്രങ്ങളും ലീഡ് കഥാപാത്രങ്ങളും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ വളരെ മോശം ഇമേജിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്നെ ഞാൻ തന്നെ ആശ്വസിപ്പിച്ചിരുന്നത് നിനക്ക് നല്ല നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ബെസ്റ്റ് വില്ലൻ നല്ല വില്ലത്തടിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു അതാണ് നല്ലത്, അങ്ങനെ ചെയ്യാൻ. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. പക്ഷെ എനിക്ക് അതിൽ ലീഡ് ക്യാരക്ടർ തന്ന എൻ്റെ ഒപ്പം നടന്നവരാണ് സിബി സാറും പ്രസാദ്. അതിൻ്റെ ഇടയിൽ സബൂറൊക്കെ എൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, കേസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്, എടാ നീ വേറെ ഒന്നും ശ്രദ്ധിക്കണ്ട, സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അതെനിക്ക് വളരെയധികം എന്താ പറയുക, കാരണം ഞാൻ സൂബ്രാൻഡിയുടെ അടുത്താണ് ആദ്യമായിട്ട് പോകുന്നത്, സാറിൻ്റെ അടുത്ത് പോകുന്നതാണ്. സൂബ്രാൻഡിയാണ് ആ നമ്പർ തരുന്നത്. താങ്ക് യു. ഇത്രയും കഷ്ടപ്പെട്ട് മലയാള സിനിമയെ സ്നേഹിച്ച് അത് ഈശ്വരൻ കൊടുത്ത ഒരു അനുഗ്രഹം തന്നെയാണ്. നല്ല കൈയ്യടി കൊടുക്കുക, നിറഞ്ഞ കൈയ്യടി. എന്തായാലും ഇന്നത്തെ ഈ ഒരു ആഘോഷം വിവേകാനന്ദൻ വൈറലാണ് ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച്, ട്രെയിലർ ലോഞ്ച്, അങ്ങനെ എല്ലാം ഇവിടെ ഒഫീഷ്യലായിട്ട് പൂർത്തിയാകുകയാണ്. വന്ന എല്ലാ വിശിഷ്ട അതിഥികളോടും, പ്രത്യേകിച്ച് സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിബി സാർ, എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം വന്നത് സിബി സാറാണ്. ആ സാറ് ഇതിന്റെ അവസാന നിമിഷം വരെ നമ്മളോടൊപ്പം ഇരുന്നു. സാറിന് ഒരു പ്രത്യേക കൈയടി എല്ലാവരും ചേർന്ന്, വിവേകാനന്ദൻ കുടുംബത്തിന് എല്ലാവരും ചേർന്ന് കൊടുക്കണം നമ്മുടെ ഒപ്പം തന്നെ.